ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. രഞ്ജിത്ത് ഹിയർ. സോ മിഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഭാഗമായുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ വളരെ പ്രാഥമികമായിട്ട് ചെയ്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ആ എക്സാമിനേഷൻ്റെ സിലബസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് 2 ഘട്ട പരീക്ഷയാണുള്ളത്. ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന രീതിയിലുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള മെയിൻസ് പരീക്ഷ. സോ വെവ്വേറെയാണ് ഈ എക്സാമിനേഷൻസിലേക്കുള്ള സിലബസ് PSC പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ അവിടെയുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ സിമിലറാണ്. നമ്മൾക്ക് ഈസി ആയിട്ട് കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിലബസ് ആണിത്. സോ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സിലബസിനെ സിംപ്ലിഫൈ ചെയ്യുക, അതിനെ മെർജ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ 1 സിലബസ് 1 പ്ലാൻ എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ബേസിക്കലി നമ്മൾ ഈ ഒരു സിലബസിനെ സിംപ്ലിഫൈ ചെയ്ത് അത്തരത്തിൽ മെർജ് ചെയ്യുകയാണ്. സോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യും. സോ ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ, വിത്തൗട്ട് ഫർ ദ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കേണ്ടതുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഘട്ടമായിട്ടാണ് നമുക്ക് പരീക്ഷകളുള്ളത്. ആദ്യത്തെ എക്സാമിനേഷൻ പ്രിലിമിനറി പരീക്ഷയാണ്. അതിൻ്റെ നേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. അതായത് മെയിൻസ് പരീക്ഷയിലേക്കുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ കാണേണ്ട അത്തരത്തിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഇനി ഇതിൻ്റെ ഒരു സിലബസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 50% ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്കുകളാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക് അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഇങ്ങനെ ഫണ്ടമെൻ്റൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ട അത്തരത്തിലുള്ള വിഭാഗങ്ങളാണ്. സോ അതിന് 50% ഒരു ഷെയർ ഉണ്ട്. GK ടോപ്പിക്കുകൾ അല്ലെങ്കിൽ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന 50%. കറണ്ട് അഫയേഴ്സിന് ഒരുപാട് പ്രാധാന്യം പ്രിലിമിനറി സ്റ്റേജിലില്ല. എനിവേ, ഈ രീതിയിലാണ് ഇവിടെ സിലബസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ മെയിൻസ് പരീക്ഷ എടുക്കുകയാണെങ്കിൽ അഗൈൻ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ്. എന്നാൽ ഇത് ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ അല്ല, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഇനി ഇവിടെയുള്ള ഒരു സിലബസിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അഗൈൻ 30% ആപ്റ്റിറ്റ്യൂഡ് ആണുള്ളത്. എന്നാൽ 70% GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു മെയിൻസ് പരീക്ഷയിൽ അതെങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് സിലബസിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കുക. സോ 2 ഘട്ടങ്ങളിലുള്ള എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ ഈ രീതിയിലാണ്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സിലബസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. സോ ആദ്യമായിട്ട് പ്രിലിമിനറി അതോടൊപ്പം മെയിൻസ് പരീക്ഷയുടെ ആ ഒരു മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഓരോ ടോപ്പിക്കുകൾക്കുള്ള മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു ടേബിളിൽ ഞാൻ നൽകിയിരിക്കുന്ന ടോപ്പിക്കുകളിൽ ആദ്യ കളറിൽ വന്നിരിക്കുന്ന, ആദ്യ കളർ പാരറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോമൺ ആയിട്ട് വരുന്ന, അതായത് പ്രിലിമിനറി അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷനിൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. രണ്ടാമത്തെ ആ ഒരു കളർ പാരറ്റിൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി മാത്രം പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളും, മൂന്നാമത്തേതിൽ മെയിൻസ് എക്സാമിനേഷന് എക്സ്ക്ലൂസീവായിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളും. ആ രീതിയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ ടോപ്പിക്കുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, ഇവ ഈ 2 എക്സാമിനേഷൻസിന് വേണ്ടിയും നമ്മൾ ഒരുപോലെ തന്നെ പ്രിപ്പറേഷൻ ചെയ്യേണ്ട വിഭാഗങ്ങളാണ്. ഓൾമോസ്റ്റ് ഇവിടെയുള്ള സിലബസിലെ കോണ്ടന്റ് എല്ലാം തന്നെ സിമിലറാണ്. മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വ്യത്യാസമുണ്ട്. സിമ്പിൾ അരിത്മെറ്റിക്, മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് എന്നീ വിഭാഗങ്ങൾക്ക് പ്രിലിമിനറി സ്റ്റേജിൽ 20 മാർക്സിൻ്റെ ഒരു ഷെയർ ആണ് എങ്കിൽ മെയിൻസ് പരീക്ഷയിൽ അതിന് 10 മാർക്കിൻ്റെ ഒരു ഷെയർ ആണുള്ളത്. മലയാള വിഭാഗത്തിൽ ഇരു സ്റ്റേജുകളിലും 10 മാർക്സ് വീതമാണ് ഷെയർസ് ഉള്ളത്. ഇനി GK ടോപ്പിക്കുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഹിസ്റ്ററി വിഭാഗത്തിന് 10 മാർക്സിൻ്റെ ഷെയർ പ്രിലിമിനറി എക്സാമിനേഷനുണ്ട്. എന്നാൽ 5 മാർക്സിൻ്റെ ഷെയർ ആണ് മെയിൻസ് പരീക്ഷയ്ക്കുള്ളത്. ഇവിടെയും സിലബസ് സിമിലർ തന്നെയാണ്. ഇനി ജോഗ്രഫി എന്ന വിഭാഗം, ഇക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവിടെയുള്ള മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇരു ഘട്ടങ്ങളിലും സെയിം തന്നെയാണ്. എന്നാൽ ഇക്കണോമിക്സിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ സിലബസിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗത്തിൽ മെയിൻസ് പരീക്ഷയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അടുത്തതായിട്ട് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്ന വിഭാഗമാണ്. ഇവിടെ 10 മാർക്സിൻ്റെ ഷെയർ പ്രിലിമിനറി എന്ന ഘട്ടത്തിലുണ്ടെന്നാൽ മെയിൻസ് പരീക്ഷയ്ക്ക് അത് 5 മാർക്സ് ആണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന വിഭാഗത്തിൽ 5 മാർക്സിൻ്റെ ഷെയർ പ്രിലിമിനറിക്കുണ്ട്. എന്നാൽ മെയിൻസ് പരീക്ഷയിൽ അത് 3 മാർക്സ് ആണ്. ഇവിടെയും സിലബസ് എല്ലാം തന്നെ സിമിലറാണ്. അവിടെയുള്ള കോണ്ടന്റ് എല്ലാം തന്നെ സിമിലറാണ്. ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രിലിമിനറി പരീക്ഷയിൽ അത് GK ടോപ്പിക്കുകളിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്ക്ലൂസീവായിട്ട് ഒരുപാട് ചോദ്യങ്ങളൊന്നും നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ മെയിൻസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്ക്ലൂസീവായിട്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. കാരണം 15 മാർക്സിൻ്റെ ഒരു ഷെയർ കറണ്ട് അഫയേഴ്സിന് ഇവിടെ ഉണ്ട്. സോ ഓവറോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 70% ഓഫ് ദ സിലബസ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും സെയിം തന്നെയാണ് എന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് സിവിക്സ് അതോടൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്സ് വീതം ഷെയർ ഉള്ള ഈ 2 വിഭാഗങ്ങളും പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇനി മൂന്നാമത്തെ ആ ഒരു കളർ പാലറ്റിൽ നമ്മൾ നൽകിയിരിക്കുന്ന ടോപ്പിക്കുകൾ കേരള ഗവേണൻസ് എന്ന രീതിയിൽ 10 മാർക്സിൻ്റെ ഒരു ഷെയർ, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് എന്ന രീതിയിൽ 5 മാർക്സ്, ജനറൽ സയൻസിൽ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി
6 അതോടൊപ്പം തന്നെ 3, 3 എന്ന രീതിയിൽ മാർക്സിൻ്റെ ഷെയർ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ ചുരുക്കത്തിൽ നമ്മൾക്കിവിടെ പറയാനായിട്ട് സാധിക്കുക, പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കേണ്ടത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് മെയിൻസ് എക്സാമിനേഷൻ്റെയും സിലബസ് എന്നുള്ളത്. എന്നാൽ അവിടെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് പഠിക്കേണ്ട ഒരു 27% മാർക്ക് ഷെയർ ഉള്ള വിഭാഗങ്ങൾ അഡീഷണൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് വളരെ സ്പെസിഫിക് ആയിട്ട് 15% ഒരു ഷെയറുമുണ്ട്. ഇനി ഇവിടെയുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു സിംഗിൾ സിലബസ് അല്ലെങ്കിൽ സിംഗിൾ പ്ലാൻ എന്നതിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. സോ ഇവിടെ ഓരോ വിഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആദ്യത്തേത് ആപ്റ്റിറ്റ്യൂഡ് റീജിയൻ ആണ്, അതായത് സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം. അബ്സല്യൂട്ട്ലി ദ സെയിം എന്ന് നമുക്ക് പറയാവുന്ന സിലബസ് ആണ് ഇവിടെ 2 ഘട്ടങ്ങളിലുമുള്ളത്. സോ പ്രിപ്പറേഷനിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇവിടെ ആവശ്യമില്ല. കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക, വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഈ വിഭാഗങ്ങളിലെ മാർക്സ് നമ്മൾക്ക് ഒരിക്കലും സെലക്റ്റീവായി പഠിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിലും, അതായത് പ്രിലിമിനറിയിലും അതോടൊപ്പം തന്നെ മെയിൻസ് പരീക്ഷയിലും മിസ്സാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി അടുത്ത വിഭാഗം, ആദ്യ കടൽ പാരറ്റിൽ നമ്മൾ നൽകിയിരിക്കുന്ന GK ടോപ്പിക്കുകളാണ്, അതായത് GK കോമൺ എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന ടോപ്പിക്കുകൾ. തീർച്ചയായിട്ടും ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. കാരണം മെയിൻസ് പരീക്ഷ എന്നുള്ളത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പരീക്ഷയാണ്. അവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇവയെല്ലാം തന്നെ. സോ വളരെ വ്യക്തമായിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യേണ്ട ഒരു മേഖലയാണിത്. ഇനി അടുത്തതായിട്ട് മെയിൻസ് എക്സ്ക്ലൂസീവ് എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന വിഭാഗമാണ്. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ അറൗണ്ട് ഒരു 27% ഷെയർ വരുന്ന വിഭാഗം. തീർച്ചയായിട്ടും ഇവിടെയും നമ്മളൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇനി പ്രിലിമിനറി എക്സാമിനേഷനിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതായത് 10% ഷെയർ വരുന്ന സിവിക്സ് അതോടൊപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി. തീർച്ചയായിട്ടും ഇവിടെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാം. ഈവൻ ഈ ടോപ്പിക്കുകളിൽ നിന്നുമുള്ള ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്താലും വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ, മറ്റുള്ള വിഭാഗങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനും ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രിലിമിനറിക്ക് വേണ്ടി അത്തരത്തിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ 10% മാർക്ക് ഷെയർ മാത്രമുള്ള ടോപ്പിക്കുകളാണ്. അവ തീർച്ചയായിട്ടും നമുക്ക് സെലക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ലോജിക്കലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ആവശ്യമുള്ളത് വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ, മെയിൻസ് പരീക്ഷയുടെ പ്രിപ്പറേഷൻ എന്നിങ്ങനെ വേർതിരിച്ച് കാണേണ്ടതില്ല. ഓഫ് കോഴ്സ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ടുള്ള മെയിൻസ് പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്ലാൻ ഡിസൈൻ ചെയ്യുക, അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ്. 2 ഘട്ടങ്ങളിലെയും സിലബസും അതോടൊപ്പം തന്നെ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മൾ ഈ രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണിത്. വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്ലാനിലൂടെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കേണ്ടത്. സോ അതിൻ്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഈ 2 സിലബസുകളെ നമ്മൾ മെർജ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മെർജ് ചെയ്ത സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഇത്തരത്തിൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെയും മെയിൻസ് പരീക്ഷയുടെയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് മെർജ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു PDF നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. നമ്മൾ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇത്തരത്തിൽ ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDFs അത് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അവിടെ ഒരിക്കലും റാൻഡം ആയിട്ടുള്ള ബൾക്കായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസും ഇങ്ങനെയുള്ള ചില PDFസും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകളുമാണ്. സോ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യൂ. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് നമ്മൾക്കൊരു 1 സിലബസ് 1 പ്ലാൻ എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിൻ്റെ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് ചെയ്തത്. അടുത്ത ഒരു വീഡിയോയിലൂടെ ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്ലാൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടി നമ്മളൊരു ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ച്. തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള ഒരു ലോങ് ടേം പ്രോഗ്രാം തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും വരുന്ന വീഡിയോയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എനിവേ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. തീർച്ചയായിട്ടും അവിടെയുള്ള ഇൻപുട്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അതനുസരിച്ച് അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള നിങ്ങളുടെ ക്വരീസ്, ഒപ്പീനിയൻസ് ഇതെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് one.